കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ, അണിഞ്ഞു കാണണം ഭഗവാനെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിഷു ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും, പ്രത്യേകിച്ചും നമ്മുടെ കലാമണ്ഡലം കുടുംബാംഗങ്ങൾക്ക് എൻ്റെയും കലാമണ്ഡലം കമ്മിറ്റിയുടെയും വിഷുദിനാശംസകൾ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷുദിനം ആശംസിക്കുന്നു. വിഷു എന്ന പേര് ഉടലെടുത്തത് വിഷുവം എന്ന് വന്ന ഒരു പദത്തിൽ നിന്നാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. വിഷുവം എന്ന് പറയുന്നത് തുല്യമായ എന്നുള്ളതാണ്. തുല്യമായ എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്നത് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസമാണ് ഈ വിഷു ഉണ്ടായതെന്നാണ് പറയുന്നത്. കേരളത്തിൽ 2 വിഷുവാണ് ആഘോഷിക്കുന്നത്. ഒന്ന് മേടമാസത്തിലെ വിഷുവും മറ്റൊന്ന് തുലാമാസത്തിലെ വിഷു. മേടമാസത്തിലെ വിഷു ആണ് നമ്മൾ വിപുലമായിട്ട് ആഘോഷിക്കുന്നത്. തുലാമാസത്തിലെ വിഷു ജസ്റ്റ് ചടങ്ങുകളിൽ ഒതുങ്ങാറാണ് പതിവ്. ഹിന്ദു ആചാരമായിട്ട് ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ നമുക്ക് ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം എന്തെന്ന് പറഞ്ഞാൽ, ശ്രീകൃഷ്ണ ഭഗവാനൊപ്പം അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പിഞ്ചുബാലൻ എന്നും ശ്രീകൃഷ്ണ ഭഗവാന് മുന്നിൽ ഒരു ആവശ്യം ഉന്നയിക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബാല്യകാല രൂപം ദർശിക്കണമെന്നുള്ളത്. പല സാഹചര്യങ്ങളാലും അത് സാധിച്ചില്ല. എന്നിരുന്നാൽ കൂടി ഈ ബാലൻ തൻ്റെ ആഗ്രഹം നിറവേറാനായിട്ട് കഠിനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും തപസ്സനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തു. ഒരു നാൾ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ബാലൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ബാല്യകാല രൂപം ദർശനമരുളുകയും സന്തോഷം കൊണ്ട് ബാലൻ്റെ കണ്ണുകൾ നിറയുകയും എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധനായിട്ട് നിന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ആ പിഞ്ചു ബാലനോട് ചോദിച്ചു, ഞാൻ എന്ത് സമ്മാനമാണ് നിനക്ക് നൽകേണ്ടത്? വളരെ നിഷ്കളങ്കമായ ബാലൻ അന്നേരം തന്നെ ഭഗവാനോട് അരുളിച്ചത്, താങ്കളെ അങ്ങേ കാണാൻ സാധിച്ചത് തന്നെ എനിക്കൊരു വലിയ സമ്മാനമാണ്. അതിൽ പരം ഇനിയൊരു സമ്മാനം എനിക്ക് ലഭിക്കാനില്ല എന്ന് പറയുകയും, എന്നിരുന്നാൽ കൂടി ഇത്രയും തന്നെ ഇഷ്ടപ്പെടുകയും തപസ്സനുഷ്ഠിച്ച് തന്നെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്ത ഈ പിഞ്ചുപാലിനെ വെറും കൈയോടെ അയക്കാൻ ഭഗവാന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായില്ല. തൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് തിരഞ്ഞു നോക്കുമ്പോൾ ഒന്നും തന്നെ ഇല്ലാന്ന് മനസ്സിലാക്കിയ ഭഗവാന്റെ കൈ പെട്ടെന്ന് അദ്ദേഹം ധരിച്ചിരുന്ന അരപ്പട്ടയിൽ തടയുകയും അത് അഴിച്ച് ഈ ബാലന് സമ്മാനമായി നൽകുകയുമാണ് ഉണ്ടായത്. സമ്മാനം ലഭിച്ചതിന് ശേഷം സ്തബ്ധനായ ഈ ബാലൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഭഗവാൻ ഈ പിഞ്ചുബാലനെ അനുഗ്രഹിച്ച് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിനക്ക് ആവളം ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് അപ്രത്യക്ഷനാവുകയും, ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ പിഞ്ചുബാലൻ ഈ കിട്ടിയ സമ്മാനവും ഉയർത്തിപ്പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് ഓടുകയും, പോയ വഴിക്ക് കണ്ട ഗ്രാമവാസികളോടെല്ലാം തനിക്ക് ഉണ്ടായ ഈ അത്ഭുത സിദ്ധിയും ഈ സമ്മാനത്തെക്കുറിച്ചൊക്കെ ആ പിഞ്ചുബാലൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ആരും അത്ര വിശ്വാസത്തിലെടുത്തില്ല. എന്നാൽ ഈ ബാലന്റെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. കാരണം പിറ്റേന്ന് അതിരാവിലെ നട തുറന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ തിരുമേനി നട തുറന്ന് പൂജയ്ക്ക് വിഗ്രഹം ഒരുക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഭഗവാന്റെ അരയിൽ ധരിച്ചിരുന്ന ആ അരപ്പട്ട കാണാനില്ല. പെട്ടെന്ന് ഈ വാർത്ത കാട്ടുതീ പോലെ നാടുകളിലെല്ലാം പരക്കുകയും ഗ്രാമവാസികളെല്ലാം ഈ പിഞ്ചു ബാലന്റെ വീട്ടിൽ തടിച്ചുകൂടുകയും ഈ ബാലനെ മോഷ്ടാവെന്ന് ആക്രോശിക്കുകയും ശിക്ഷകൾ നൽകണമെന്നുള്ള മുറവിളി കൂട്ടുകയൊക്കെ ചെയ്തു. ഇത് കേട്ട ബാലന്റെ അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. തൻ്റെ കുഞ്ഞിനെ ഇവരിങ്ങനെ അധിക്ഷേപിക്കുന്നത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ മേലാതെ ആ അമ്മ കയ്യിൽ കിട്ടിയ ഒരു വടിയെടുത്ത് ഈ പിഞ്ചുബാലനെ മർദ്ദിക്കുകയും വളരെ ദേഷ്യത്തോടും ദുഃഖത്തോടും കയ്യിൽ ഈ പിഞ്ചുബാലൻ കരുതിയിരുന്ന അരപ്പട്ട എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയുമാണ് ഉണ്ടായത്. വളരെ അത്ഭുതമെന്ന് പറയട്ടെ, ഈ അരപ്പട്ട ചെന്ന് പതിച്ചത് ദൂരെയുള്ള ഒരു മരത്തിന്റെ ശിഖരത്തിലാണ്. ഈ അരപ്പട്ട പതിച്ചതും പെട്ടെന്ന് ആ മരത്തിലെ ഇലകളെല്ലാം കൊഴിയുകയും മഞ്ഞ പൂക്കളാൽ ആ മരം മുഴുവൻ നിറയുകയുമാണ് ഉണ്ടായത്. ഈ മഞ്ഞ പൂക്കൾ നിറഞ്ഞതോടുകൂടി ഈ സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു പ്രകാശം അവിടെ പരക്കുകയും നേരം വെളുക്കുകയും പോലെ ഈ ഗ്രാമവാസികൾക്ക് തോന്നുകയുമാണ് ഉണ്ടായത്. ഇതിൽ നിന്നും ഈ ഗ്രാമവാസികൾക്ക് മനസ്സിലായത് ഇത് ഭഗവാന്റെ നേരിട്ടുള്ള അരുളിപ്പാടാണെന്നും ഇത് നമ്മളേക്ക് ഭഗവാൻ കാണിച്ചു തന്നതാണെന്നും ഇത് നമുക്ക് ആഘോഷിക്കണമെന്നും ഇത് നമുക്ക് ഉത്സവമായിട്ട് കൊണ്ടാടണമെന്നും ഈ ഗ്രാമവാസികളും നാട്ടുപ്രമാണിമാരും തീരുമാനിക്കുകയും അതിനനുസരിച്ച് അവരതൊരു ആഘോഷമാക്കാൻ തീരുമാനിക്കുകയുമാണ് ഉണ്ടായത്. അതാണ് ഇന്ന് നമ്മൾ ആഘോഷിച്ചു വരുന്ന വിഷുവിൻ്റെ ഒരു ഐതിഹ്യമെന്നാണ് പറഞ്ഞു വരുന്നത്.
അതിനെ വളരെ അടിസ്ഥാനം ആയിട്ട് അവർ കാണിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഭഗവാന്റെ ദർശനത്തിനെ അനുബന്ധിപ്പിക്കുന്നതാണ് ഈ വിഷുക്കണി ഒരുക്കലും. അതായത് സമ്മാനങ്ങൾ, വിഷുക്കൈ നീട്ടം കൊടുക്കുന്നത് ഭഗവാൻ ആ കുട്ടിക്ക് നൽകിയ സമ്മാനത്തെ അനുസ്മരിപ്പിക്കുന്നതുമാണ്. അതുപോലെ ഈ കൊന്നപ്പൂ ഈ വിഷുക്കണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രകാശപൂരിതമാകട്ടെ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ ഒരു അനുസ്മരണമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാം ഈ ഐതിഹ്യമാണ് കുറച്ചുകൂടെ നമുക്ക് ഈ വിഷുവായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഐതിഹ്യമെന്ന്. ഒരുപാട് ഐതിഹ്യങ്ങൾ വേറെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഇതാണ് കൂടുതലും നമ്മുടെ വിഷുവായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നിലവിൽ നിൽക്കുന്ന ഐതിഹ്യം വളരെ സാമ്യമുള്ളത്. കാരണം നമുക്കിപ്പോൾ കാണാം, നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിഷു അനുബന്ധിച്ച് ഒരുപാട് ഭക്തജനത്തിരക്ക് കാണും. വിഷുക്കൈ നീട്ടം വാങ്ങാനും വിഷുക്കണി കാണാനും ഭഗവാനെ ഒരു നോക്ക് ദർശിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് തിരക്കുണ്ട്. അപ്പം അത് നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഈ ഐതിഹ്യമാണ് കുറച്ചുകൂടെ അതുമായിട്ട് യോജിച്ചതെന്നുള്ളതാണ്. ആഘോഷങ്ങൾ അത് നമ്മുടെ തൻസാനിയ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ദർസലാമിലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. എല്ലാ ആഘോഷങ്ങളും നമ്മൾ വളരെ ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് വിഷു ആയിക്കോട്ടെ, ഓണമായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈസ്റ്റർ, ഈദ്, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇവിടെ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഒരു കൂടെ കീഴിൽ നിന്നാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾക്ക് ഒരു പുതുമയില്ലെങ്കിലും നമ്മളെല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ അത് സംഘടിപ്പിക്കാറുണ്ടെന്നുള്ളതാണ് ഒരു വളരെ സന്തോഷകരമായ കാര്യം. നാട്ടിൽ ആഘോഷങ്ങളൊക്കെ ഇപ്പം സാംസ്കാരിക സംഘടനകളുടെ അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം എത്തപ്പെടാൻ പറ്റുന്ന ഒരു സംഗതിയാകുമ്പോൾ ഇവിടെ എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെയാണ് അത് നമ്മൾ നടത്തുന്നത്. അതാണ് ഒരു വലിയ സന്തോഷകരമായ കാര്യം. അത് ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് സഹകരിച്ചിട്ടാണ് നമ്മൾ ഈ നടത്തുന്നത്. പ്രത്യേകിച്ച് അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വിഷു നമ്മളിവിടെ വളരെ ഗംഭീരമായിട്ട് നമ്മളിവിടെ ആഘോഷിക്കാറുണ്ട് എല്ലാ കൊല്ലവും. അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ വരും തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനും അവർക്ക് അറിവ് പകരാനും ഒക്കെയാണ് നമ്മളിത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മളിലുള്ള പലർക്കും പലതിൻ്റെയും ഒന്നും ഐതിഹ്യമോ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടത്തുമ്പോഴാണ് പലർക്കും പല കാര്യങ്ങളും മനസ്സിലാകുന്നതും ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തായിരുന്നു അതിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു മെസ്സേജാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ കൊടുത്തിരുന്നത്. വിഷുവിനെ സംബന്ധിച്ചിടത്തോളം പല ഐതിഹ്യങ്ങളുണ്ട്. അത് വിഷുവിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ 3-4 മണിക്കൂർ എടുത്ത് പറഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമ്മുടെ ഇന്ന് ഈ വിഷു ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും നമ്മുടെ കലാമണ്ഡലത്തിലെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ഒരു നല്ല വിഷുദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമുള്ള ഒരു വർഷമായിരിക്കട്ടെ മുന്നോട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.